ദൈവം സ്നേഹമാണ്. ലോകത്തിലെവിടെ നോക്കിയാലും ദൈവസ്നേഹത്തിൻ്റെ മുദ്രകളാണ് നമ്മൾ കാണുക. എവിടെ നോക്കിയാലും ദൈവസ്നേഹത്തിൻ്റെ മുദ്രകൾ നമ്മൾ കണ്ടെത്തുന്നു. 127 സങ്കീർത്തനം 1-2 തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സങ്കീർത്തനം 127 1-2. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാട് അധ്വാനം നിഷ്ഫലമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥമാണ്. ഇന്ന് ഈ ചെറിയ ചിന്തകൾ പങ്കുവെക്കുമ്പം ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം: മകനെ, മകളെ, നിൻ്റെ വീട് ദൈവം പണിതതാണോ അതോ പണം കൊണ്ട് പണിതതാണോ? നമ്മുടെ പണം കൊണ്ട് ഒരു വീട് പണിതാൽ ഒരു ചെറിയ പ്രശ്നം വരുമ്പം നമ്മളാകെ വാടിപ്പോകും. രോഗം വന്നാൽ, ക്ഷീണം വന്നാൽ, മരണം വന്നാൽ, സാമ്പത്തിക തകർച്ച വന്നാൽ, തെറ്റിദ്ധാരണ വന്നാൽ നമ്മൾ തകർന്നു പോകും. ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ ഉലയ്ക്കും. പക്ഷേ ദൈവമാണ് നമ്മുടെ വീട് പണിതതെങ്കിൽ എന്തു വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും, സഹിച്ചു നിൽക്കും. ക്യാൻസർ വന്നാലും, കടബാധ്യത വന്നാലും, സൽപ്പേര് തളർന്നാലും, എല്ലാവരും ഉപേക്ഷിച്ചാലും പിടിച്ചു നിൽക്കും. കാരണം ദൈവം ആണ് പണിതതെങ്കിൽ ഏതിനെയും നമ്മൾ അതിജീവിക്കും. വയനാട്ടിൽ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു ആദിവാസി മൂപ്പൻ മരത്തെ കയറിയിരുന്നു, ഭാര്യയുടെ സാരി കൈ പിടിച്ചോണ്ട്. ആ മൂപ്പര് പറഞ്ഞു, ബാങ്കിൽ നിന്ന് ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിയില്ലെങ്കിൽ ഞാനിപ്പം സാരി കഴുത്തെ കുടുക്കി തൂങ്ങിച്ചാവും. ആൾക്കാർ താഴെ നിന്ന് പറഞ്ഞു, മൂപ്പരെ അവിവേകം കാണിക്കരുത്, പരിഹാരം ഉണ്ടാക്കാം, ഇറങ്ങി വാ, മരണം ഒന്നിനും പരിഹാരമല്ലല്ലോ. അയാൾ പറഞ്ഞു, അഭിപ്രായം പറഞ്ഞാൽ പോരാ, എൻ്റെ കടം ആരെങ്കിലും വീട്ടണം, ബാങ്ക് ലോൺ ആരെങ്കിലും അടയ്ക്കണം, അത് ഞാൻ ഇപ്പം ചാടും. ആൾക്കാർ പിന്നെയും പറഞ്ഞു, മൂപ്പരെ അങ്ങനെ ചാടരുത്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടിൽ ഒരു ക്ഷാമമില്ലാത്ത ഒരു ദേശമേ ഉള്ളൂ, ആ ദേശത്തിൻ്റെ പേര് ഉപദേശമാണ്. അത് കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ എൻ്റെ കടം വീട്ടാൻ ആരുണ്ട്? എല്ലാവരും നോക്കി നിൽക്കുക. ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കഴുത്തെ മുറുകിയിട്ട് എല്ലാവരും നോക്കി തൂങ്ങി ഒറ്റച്ചാട്ടും. ചാടിയ സെക്കൻഡിൽ മൂപ്പര് താഴെ വീണു, നടുവുളുക്കിപ്പോയി, ഒരം തെന്നിപ്പോയി, കാലിൻ്റെ കുഴ തെറ്റിപ്പോയി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ആവേശത്തിൽ മരത്തേന്ന് ചാടി ആദിവാസി മൂപ്പൻ കഴുത്തേൽ സാരി കെട്ടിയപ്പം മറ്റേ അറ്റം മരത്തെ കെട്ടാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. ഇന്ന് പല ആൾക്കാരും ഉണ്ട്, ഈ കഴുത്തേ കിട്ടും, മരത്തെ കെട്ടുകയല്ല. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ പണം, കഴുത്തേ കെട്ട് ഭയങ്കരമാണ്. പക്ഷേ എൻ്റെ ദിവ്യപൂജ, എൻ്റെ സന്ധ്യാപ്രാർത്ഥന, എൻ്റെ കൊന്ത, എൻ്റെ ബൈബിൾ വായന, എൻ്റെ ധ്യാനം, ഇതിനൊന്നും ഊന്നലില്ല. ലോകത്തിൽ ഒരുപാട് കാര്യം ചെയ്ത് ഓടി നടക്കും, പക്ഷെ ദൈവത്തിൽ കൊടുകിടാൻ മനുഷ്യൻ മറന്നു പോകുമ്പോൾ നമ്മുടെ എല്ലാ ഓട്ടങ്ങളും ആദിവാസി മൂപ്പൻ്റെ ഓട്ടം പോലെ മാറുകയാണ് ജീവിതത്തിൽ. ഞാൻ കുറേ നാൾ മുമ്പ് കോഴിക്കോട് യുവജനങ്ങളുടെ 5 ദിവസത്തെ ഒരു കൺവെൻഷൻ, 1-ാം ദിവസം വൈകുന്നേരം എനിക്ക് വലിയൊരാഗ്രഹം കോഴിക്കോടിൻ്റെ ഉൾപ്രദേശങ്ങൾ ഒന്ന് കണ്ടാൽ കൊള്ളാം. ഒരു രാത്രി 8 മണിക്ക് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഹൈന്ദവ സമുദായത്തിലെ തീയ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഭക്താഭ്യാസം, 10 അടി നീളത്തിൽ തക്കാളിപ്പഴം പോലെ ചുമന്ന തീക്കട്ടകൾ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. അതിന് മുകളിലൂടെ കാലിൽ ചെരുപ്പ് ധരിക്കാത്ത 5 ചെറുപ്പക്കാർ ഈശ്വര ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നു. പൊള്ളുന്നതിൻ്റെ ഭാവമാറ്റമോ ചൂടിൻ്റെ രൂപമാറ്റമോ കാണാനില്ല, ചിരിച്ചുകൊണ്ട് ഇവർ നടക്കുക. പിറ്റേ ദിവസം അവരിൽ ഒരുവനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, തീക്കട്ടയുടെ മുകളിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ നടന്നാൽ നിങ്ങളുടെ കാല് പൊള്ളുകയല്ലേ? അവൻ പറഞ്ഞാൽ പൊള്ളിയേക്കാം, പക്ഷെ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുമ്പം ഒരു പൊള്ളലും അറിയുകയില്ല. 2 നാൾ കഴിയുമ്പോൾ കാലിൻ്റെ വെള്ള ബലൂൺ പോലെ വീർത്ത് വരും, കുളിക്കുമ്പം പൊട്ടും, പൊട്ടുമ്പം നീറും, പക്ഷെ നടക്കുമ്പം പൊള്ള അറിയുന്നില്ല. കാരണം ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടപ്പ്. ദൈവം നമ്മോട് പറയുന്നു, എന്തു വന്നാലും, ആ ഭർത്താവ് പൊളിച്ച തെറി ഉറക്കം വിളിച്ചാലും, ഭാര്യ എപ്പോഴും പരാതി പറഞ്ഞാലും, മക്കളും മരുമക്കളും കുത്തുവാക്ക് പറഞ്ഞാലും, നാത്തൂൻ ഗോത്രങ്ങൾ പോരു കുത്തിയാലും ഒന്നും ബാധിക്കുകയില്ല. കർത്താവേ എന്നൊരു പ്രാർത്ഥന ചുണ്ടിലും, ദൈവമേ എന്നൊരു പ്രാർത്ഥന നെഞ്ചിലും സൂക്ഷിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന വാക്കാണ് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്.
ഒരു വർഷത്തിൽ ആകെയുള്ളത് 365 ദിവസങ്ങൾ. ബൈബിളിൽ 366 പ്രാവശ്യം പറയുന്ന വാക്കാണ് ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എപ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിനെ കുറിച്ച്, ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്നേഹം കൊണ്ട് 4 കാര്യങ്ങൾ ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ 4 കാര്യങ്ങൾ ചെയ്യും. ബൈബിൾ ഇത് പഠിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 4 മുതൽ 6 വരെ വാക്യങ്ങളിലാണ്. ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ. പുറപ്പാട് 3, 4 മുതൽ 6 വരെ വാക്യങ്ങൾ. 1, ദൈവം കാണുന്നു. 2, ദൈവം കേൾക്കുന്നു. 3, ദൈവം അറിയുന്നു. 4, ദൈവം ഇറങ്ങി വരുന്നു. 4 പ്രവൃത്തികളാണ് ദൈവം ഇവിടെ ബാലരാമപുരത്ത് നിങ്ങൾക്ക് ചെയ്യുക, നമുക്ക് എല്ലാവർക്കും ചെയ്യുക. നമ്മുടെ വീട്ടിൽ ചെയ്യുക, നമ്മുടെ ഇടവകയിൽ ചെയ്യുക, നമ്മുടെ ദേശത്ത് ചെയ്യുന്ന 4 കാര്യങ്ങൾ. അവൻ കാണുന്നു, അവൻ കേൾക്കുന്നു, അവൻ അറിയുന്നു, അവൻ ഇറങ്ങി വരുന്നു. ദൈവം കാണുന്നവനാണ്. 139-ാം സങ്കീർത്തനം. 139-ാം സങ്കീർത്തനം. പക്ഷിയെ പോലെ പറന്ന് പർവ്വതമൂലിൽ ചെന്നാൽ നീ എന്നെ കാണും. മത്സ്യത്തെ പോലെ ഊളിയിട്ട് ആഴിയുടെ അഗാധങ്ങളിൽ ചെന്നാൽ നീ എന്നെ കാണും. ദൈവം എല്ലാം കാണുന്നുണ്ട്. ഇത്രയും പേര് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. ഒരു നിരപരാധിയായ ഒരു വ്യക്തി കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീര് ദൈവം കാണുന്നുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് വേണ്ടി ഒരു സമൂഹം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് കാണുന്നുണ്ട്. എന്ത് ചെയ്താലും ദൈവം കാണുന്നുണ്ട്. ചിലപ്പോൾ അല്പം കഴിഞ്ഞായിരിക്കും അതിന് ഉത്തരം കിട്ടുക, പക്ഷെ ദൈവം എന്തും കാണുന്നവനാണ്. ചില അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ഛ കെട്ടിയവൻ കണ്ടില്ലേലും മക്കളും മരുമകളും കണ്ടിലും വേണ്ടിയല്ല. ദൈവം കാണുന്നുണ്ടല്ലോ, എവിടെ ഇരുന്നാന്ന് അറിയത്തില്ല, പക്ഷെ ദൈവം കാണുന്നുണ്ട്. നമ്മുടെ ഉറപ്പ്. 10 രൂപ നേർച്ചയിടാൻ കഴിയുന്ന ആൾ പള്ളിയിൽ 50 രൂപ ഇടുമ്പം ദൈവം അത് കാണും. 50 ഇടാൻ കഴിവുള്ള ആൾ 5 രൂപയിൽ ഒതുക്കിയാൽ ദൈവം അതും കാണും. ഒരമ്മച്ചിയും മോനും കൂടെ പള്ളിയിൽ കഴിഞ്ഞ് പോവുക. അപ്പോൾ 7 വയസ്സുള്ള മോനോട് അമ്മ പറഞ്ഞു, എൻ്റെ മോനെ, എന്നെ ഉണക്ക പള്ളിയാണ്, ഫാനിന് കാറ്റില്ല, ഓർഗന് ശബ്ദമില്ല, വികാരിച്ചിന് പൂജയാണ് ഒരു ഉണങ്ങിയ പൂജ, കസേരയ്ക്കൊരു ബലവുമില്ല, എന്നെ ഉണക്കപ്പള്ളിയാണ്. അപ്പോൾ ഉടനെ ഈ മോൻ പറയുക, എൻ്റെ അമ്മേ 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ ഇവിടെ കിട്ടാനായിട്ട്. കാരണം അമ്മയിട്ട 5-ന്റെ തൊട്ട് മോൻ കാണുന്നുണ്ട്. ദൈവം കാണുന്നവനാണ്, എല്ലാം കാണുന്നവൻ. ഒരു മനുഷ്യൻ ഇങ്ങനെ കാട്ടിൽ ആടിനെ തീറ്റുക. ആടിനെ തീറ്റി തന്നപ്പോൾ ആ മനുഷ്യൻ്റെ ഒരു മുട്ടാടിനെ കാണാതെ പോയി. മുട്ടാടിനെ കാണാതെ പോയപ്പോൾ ഈ മനുഷ്യൻ കാട്ടിൽ ഒരു മരത്തെ കയറി നോക്കി, അതിലെങ്ങാനും ആട് പോകുന്നുള്ളൂ. അവിടെയെങ്ങും ആടിൻ്റെ അനക്കം പോലുമില്ല. അപ്പോൾ ആ കാണുന്നത് ഒരു കാമുകനും കാമുകയും പ്രേമം മൂത്ത് ഈ മരത്തിന് മൂട്ടി വന്നു. കാമുകനും കാമുകയെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണി നോക്കിക്കൊണ്ട് പറയുക, ഓമനെ, നിൻ്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തിരുന്ന ചേട്ടൻ, പൊന്നു മോനെ, അവിടെ എങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് മറന്നേക്കരുത്. ദൈവം എല്ലാം കാണുന്നവനാണ്, എന്തും ഏതും കാണുന്നവൻ ദൈവം. 2, ദൈവം കേൾക്കുന്നവനാണ്. ദൈവം കേൾക്കുന്നവനാണ്. ഇവിടെ ഇരുന്ന് നിങ്ങളുടെ ഒരു നിയോഗം ഉള്ളുനീരി പ്രാർത്ഥിച്ചു, അതിൻ്റെ ഫലം നമ്മൾ 2 നാൾ കഴിയുമ്പോൾ, അത് ഏതാനും ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഫലം കാണും. കാരണം ദൈവം കേൾക്കുന്നവനാണ്. സത്യസന്ധമായ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നവനാണ്. കുറച്ച് നമ്മൾ പ്രാർത്ഥിച്ചോണം. ജെറമിയ 33:3. ജെറമിയ 33:3. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നമ്മൾ ഉള്ളൊരുങ്ങി പ്രാർത്ഥിച്ചോണം. ദൈവം അത് മുഴുവൻ കേൾക്കുന്നവർ. ചിലപ്പോൾ ഉടനെ ഉത്തരം, ചിലപ്പോൾ കുറേ കഴിഞ്ഞ് തരും. എല്ലാ 2-ാം ശനിയാഴ്ചയും ഭരണങ്ങാനും അസീസി ധ്യാനമന്ദിരത്തിൽ ധ്യാനിക്കാൻ വരുന്ന ഒരമ്മച്ചി പറഞ്ഞു, എൻ്റെ അച്ഛ, അടുത്ത കാലത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒന്നും ദൈവം കേൾക്കുന്നില്ല. ഞാൻ ചോദിച്ചു, പിന്നെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് വരുന്നത്? വരവ് നിർത്തിക്കൂടെ? ഉടനെ പറഞ്ഞു, എങ്ങനെ വരാതിരിക്കുക വെച്ചാൽ ചോദിക്കുന്നൊന്നും കിട്ടുന്നില്ലെങ്കിലും ചോദിക്കാത്ത എന്തെല്ലാമാണ് തന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റുകയില്ല. ദൈവം കേൾക്കുന്നുണ്ട്. ചിലപ്പം തോന്നും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ടില്ല. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിലായിരുന്നു, എൻ്റെ ദൈവമേ, കണക്ക് ടീച്ചർ
കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ചൂരവടിയും കൊണ്ട് വരുമ്പോൾ കാര്യത്തിൽ താഴെ വീണം വലുതി ഒടുക്കിപ്പോകണമെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ തല്ലിയിട്ടതല്ലാതെ ടീച്ചറിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചില പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്. ചിലപ്പം പ്രാർത്ഥിച്ചാൽ ഉടനെ കിട്ടും, ചിലപ്പം കുറേ കഴിഞ്ഞ് കിട്ടും. ഓർത്ത് നോക്കിക്കേ, അബ്രാഹം 20-ാം വയസ്സിൽ അപ്പനാകാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അപ്പനായപ്പം വയസ്സ് 100-ാം വയസ്സിൽ ഒരു കുഞ്ഞിലല്ലോ എന്നോർത്ത് അബ്രാഹം വരാന്തയിൽ കുത്തിയിരിക്കുമ്പം പിന്നെ പിന്നാമ്പുറത്ത് ശബ്ദം നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്നു ഓക്കാനിക്കുന്നു, കിളിച്ചുണ്ട മാങ്ങ കടിച്ചു പറിക്കുന്നു, വാളം പൊടി ചവച്ച് കളയുന്നു. അബ്രാഹം തല തിരുമ്പി കൊടുത്തു, പുറം പടവലി കൊടുത്തു. ഓർത്ത 20-ലല്ല, ഓർക്കാത്ത 100-ാം വയസ്സിൽ. സക്കറിയ അപ്പനായനാകിയത് 30-ാം വയസ്സിലാണ്. അപ്പനായത് എപ്പോഴാണ്? സ്നാപയോഹന്നാൻ്റെ ജന്മദിനവും സക്കറിയായുടെ 70-ാം ജന്മദിനവും ഒരുമിച്ചാണ് ആഘോഷിക്കുക. ഓർത്ത കാലത്തല്ലല്ലോ. പ്രാർത്ഥിച്ച സക്കറിയ പോലും പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. എല്ലാം മറന്ന സക്കറിയായോട് ദൂതം എന്ന് പറയുക, സക്കറിയാവെ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, വന്ധ്യയെന്ന് മുദ്രകുത്തപ്പെട്ട നിന്റെ ഭാര്യ എലീശുവ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, യോഹന്നാൻ സ്നാപകൻ എന്ന് പേരിടണം. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതം ചോദിച്ചു, പിന്നെ എന്നാ ഒക്കുമെന്ന് ഓർത്തോണ്ടാ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പിച്ചു തന്നപ്പോൾ സംശയിക്കുകയാണ്. സക്കറിയ മറന്നുപോയി, പക്ഷെ ദൈവം മറന്നിട്ടില്ല. ദൈവം പ്രാർത്ഥന കേൾക്കും. 2017 ജൂലൈ മാസം 29-ന് പ്രാർത്ഥിക്കും. ഉത്തരം കിട്ടാൻ പോകുന്നത് 2033 ഒക്ടോബർ 4-ാം തീയതി ആയിരിക്കും. ചിലപ്പോൾ നീണ്ട കാലമെടുക്കും, എങ്കിലും കേൾക്കും, ഉറപ്പ്. ദൈവം കേൾക്കും. ചിലപ്പോൾ ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും. ഞാൻ ആലുവായി ഒരു മഠത്തിൽ ധ്യാനിപ്പിക്കുക. ധ്യാനം കഴിഞ്ഞ് തിരിച്ച് വെള്ളിയാഴ്ച പോരുക. പോരാൻ നേരത്ത് മഠത്തിലെ മദർ പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ഉപകാരം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? മഠത്തിൻ്റെ മുറ്റത്ത് ഒരു മുഴുത്ത മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം മാങ്ങാണ്ടി മുഴുവൻ വണ്ട്. അതുകൊണ്ട് മാങ്ങാണ്ടിയിൽ കാലാകാലം ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ വണ്ടിനെയും അച്ഛനൊന്ന് വിലക്കി ബന്ധിച്ചിട്ട് പോകണം. ബന്ധന പ്രാർത്ഥന പുസ്തകം തന്നു, കഴുത്തലിടാനുള്ള തിരുവസ്ത്രം തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ആനാമുള്ളും തന്നു. ഞാൻ മാവിൻ്റെ മൂട്ടിൽ നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. എല്ലാവരും നോക്കി നോക്കി ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാട് അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമായ വണ്ടുകളെയും ബന്ധിക്കണം. ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്. മഴവെള്ളത്തിൽ കുടിച്ചതുപോലെ മാവൊന്ന് നനഞ്ഞു നിന്നു. ഞാൻ പാലായിലേക്ക് പോയി. 1 മാസം കഴിഞ്ഞു മദറിൻ്റെ കത്ത്. പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ 10-ാം ദിവസം ശക്തമായ ഒരു തിരാമഴയും കാറ്റും വന്നു. മാവ് മൂടെ ഒടിഞ്ഞുപോയി. അണ്ടിയില്ല, വണ്ടുമില്ല, ബന്ധിക്കാൻ വകുപ്പുകളൊന്നുമില്ല. ചിലപ്പോൾ ഓർത്തതിനേക്കാൾ കൂടുതൽ കിട്ടിയെന്നിരിക്കും. നിരാശപ്പെടരുത്, പ്രാർത്ഥിക്കണം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. 1 കാണുന്നവനാണ്, 2 കേൾക്കുന്നവനാണ്, 3 ദൈവം അറിയുന്നവനാണ്. യോഹന്നാൻ 2:25. മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്തെന്ന് ദൈവം അറിഞ്ഞു. ചിലരോർക്കും എന്നാ കള്ളത്തരം കാണിച്ചാലും ഞാൻ ജയിച്ചു. ഇല്ല, ദൈവം അറിയും. ദൈവം അറിയുന്നവനാണ്. ആരും കാണാതെയാ കായേൻ ആബേലിനെ കൊന്നത്, പക്ഷെ ദൈവം അറിഞ്ഞു. ആരും അറിയാതെയാണ് സുകുമാരകുടുംബം ആബേലിക്കരയിൽ ഒരു ചാക്കോയെ ചുട്ടുകൊന്നു 980. ആരും അറിയാതെയാണ്. ആരും അറിയാതെ ഒരാളെക്കുറിച്ച് നമുക്ക് പലതും പറയാം, ലോകം തെറ്റിദ്ധരിക്കാം, പക്ഷെ ദൈവം അത് അറിയും. എല്ലാം അറിയുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ഏത് സത്യവും 3-ാം ദിവസം പുറത്തു വരും. കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾ 3-ാം ദിവസം ഉയർത്തു വരും. കാരണം ദൈവം അറിയുന്നവനാണ്. എവിടെ സത്യമുണ്ടോ അവസാനം അത് വിജയിക്കും. ദൈവം അറിയുന്നവനാണ്. 1 കാണുന്നവൻ, 2 കേൾക്കുന്നവൻ, 3 അറിയുന്നവൻ, 4 ദൈവം ഇറങ്ങി വരുന്നവനാണ്. ഇസ്രായേൽ മക്കൾക്ക് വിശന്നപ്പോൾ മന്നയായി ഇറങ്ങി വന്നു. ദാഹിച്ചപ്പോൾ വെള്ളമായി ഇറങ്ങി വന്നു. ഇറച്ചിക്ക് വേണ്ടി കൊതിച്ചപ്പോൾ സീനായി സമതലത്തിൽ കാടപ്പക്ഷിയായി ഇറങ്ങി വന്നു. ഓരോ ദിവസവും ദിവ്യഭോജന അർത്താരിയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാധിച്ചതിൽ അവിടുന്ന് ഇറങ്ങി വരുന്നു. ഈ 2 ദിവസങ്ങളിൽ വിശുദ്ധ വചനങ്ങളിലൂടെ മുറിവേറ്റ മനസ്സുകളിലേക്ക് അവിടുന്ന് ഇറങ്ങി വരുന്നു. ദൈവം കാണുന്നവൻ,
കേൾക്കുന്നവൻ, അറിയുന്നവൻ, ഇറങ്ങി വരുന്നവൻ. ഇതാണ് ദൈവം. ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് കാണിക്കാൻ ദൈവസ്നേഹത്തിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ദൈവം നമ്മുടെ ചുറ്റും വെച്ചു. ദൈവം സ്നേഹമാണെന്ന് കാണിക്കുവാൻ ദൈവസ്നേഹത്തിൻ്റെ ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ചുറ്റിലും വെച്ചു. നോക്കുക, തീറ്റ കൊടുക്കുന്ന ആളെ കാണുമ്പോൾ അണ്ണാൻ വേഗത്ത് ഓടിക്കളിക്കും. തത്ത, മാടത്ത, മൈന കൊച്ചു വർത്താനം പറയാൻ തുടങ്ങും. കോഴി, താറാവ് ഇരുത്തി കൊക്കാൻ തുടങ്ങും. മൂരി, എരുമ, പശു അമറാൻ തുടങ്ങും. സ്നേഹം എന്നും മീൻ കൊണ്ടുവരുന്ന മീൻകാരനെ കാണുമ്പോൾ വീട്ടിലെ പൂച്ചയുടെ സ്നേഹം കണ്ടിട്ടില്ലേ? എന്തോ ഒരു സ്നേഹമാണ്. താടിയിട്ട് ഒരുമി, മീശയിട്ട് തിരുമി, ടയറയിൽ ഒരുമി, കാലയിൽ മിനിങ്ങി. പൂച്ചയുടെ സ്നേഹം. തീറ്റ കൊടുക്കുന്ന ആൾ ഏത് ചവിട്ടിയാലും പട്ടിക്ക് ഒരു പിണക്കവും ഇല്ല. എന്തൊരു സ്നേഹം. ഞാനും മണ്ണന്തല ആയിരുന്നു വർഷങ്ങളോട്. അവിടെ ആയിരുന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞിനെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വളർത്തി. 6-7 മാസം ആസനത്തിൽ തീറ്റ നിന്നപ്പം പട്ടി മുഴുത്തു, ദേഹം കൊഴുത്തു, കക്ഷിയാകം വെളുത്തു. ഒരു വയസ്സായ ഉഗ്രം പട്ടി, ഊറ്റം കൊര. കൊരയെന്ന് വെച്ചാൽ ചില്ലറ കൊരയല്ല, പെരുന്നാളിന് കതിനാവടി വിടുന്ന പോലെ നല്ല മുഴക്കമുള്ള ഇരുത്തമുള്ള കൊര. പക്ഷെ സാവധാനം പിടി കിട്ടി. മുഴുപ്പും ഷേപ്പും കൊരയുണ്ടെങ്കിലും കക്ഷി ശുദ്ധ പൊട്ടനായിരുന്നു. യാതൊരു വിവരവുമില്ല. ഞങ്ങൾ ധ്യാനപ്രസംഗം കഴിഞ്ഞ് രാത്രി 10:00-നും 11:00-നും വന്ന് കയറുമ്പോൾ പട്ടി ജീവൻ പോയ ഞങ്ങളെ ആശ്രമത്തിൽ കയറ്റിയല്ല, കുരച്ചോണ്ട് കടിക്കാനിട്ട് ഓടിക്കുക. പിന്നെ കമ്പ്, കൊഴി, കല്ല് തുടങ്ങിയ മാരക ആയുധമായിട്ട് നേരിട്ടാൽ കഷ്ടപ്പെട്ട് കടന്നുകൂടാം. അതേസമയം ഒരു പരിചയമില്ലാത്ത അപരിചിതർ ഏത് പാതിരാത്രിക്ക് വന്നാലും കൃത്യമായ സ്വാഗതം. മരുന്ന് കടന്ന് കാലും കൈയും പൊക്കി പിടിച്ച് കാലിലേക്ക് തിരികെ കയറ്റി വന്നയാളെ വരാന്തേ കയറ്റാതെ പട്ടിക്ക് ശ്വാസം വീഴുകയില്ല. നമ്മൾ ഇല്ലപ്പട്ടി, മഞ്ഞപ്പട്ടി ഇങ്ങനെ തല്ലി കൊന്നാലോ? അച്ഛൻ പറഞ്ഞു, എൻ്റെ കൂടെ വലിയച്ഛൻ പറഞ്ഞു, അങ്ങനെ പട്ടിയോട് അരിശപ്പെടുകയൊന്നും വേണ്ട. മനുഷ്യരല്ലല്ലോ, പട്ടിയല്ലേ, കാത്തിരിക്കാം, മാനസാന്തരം ഉണ്ടായാലോ. അതൊരു ഇടവപ്പള്ളിയാണ്. ഞായറാഴ്ചകളിൽ 100-500 പേര് വരും. ആൾക്കാർ പള്ളി വന്നിട്ട് പോകുമ്പം ഈ പട്ടി നോക്കി നിൽക്കും. പെണ്ണുങ്ങളുടെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞു വീണാൽ അത് മാത്രം ഈ പട്ടി പെരുക്കിയെടുക്കും. കൊച്ചു പെൺപിള്ളാരുടെ റിബണ്, സ്ലൈഡ്, സെറ്റിപ്പിന്, കൊച്ചു തൂവാല. മുടുത്ത പെണ്ണുങ്ങൾ മുടിപ്പുറയിൽ മുറുക്കി കെട്ടുന്ന മുടുത്ത കൊടശീല പോലെ ഹെയർ ബാൻഡ് ഇതെല്ലാം പെരുക്കിയെടുക്കും. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അച്ഛന്മാർ എഴുതിരും കാണുന്ന കാഴ്ച, സ്കൂൾ അസംബ്ലിക്ക് പിള്ളേരെ നിരത്തി പോലെ പെണ്ണുങ്ങളുടെ പറഞ്ഞു പോയ സാധനങ്ങൾ മൊത്തം പട്ടി വരാന്തയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ വെടി വെക്കണം, അല്ലെ കരണ്ടടിച്ച് കൊല്ലിക്കണം. അപ്പം കൂടെയുള്ള വലിയച്ഛൻ പറഞ്ഞു, അങ്ങനെ പറയണ്ട, നമ്മൾ കത്തോലിക്ക അച്ഛന്മാർക്ക് ഇതുകൂട്ട് ഐറ്റങ്ങൾ കാണാനും തൊടാനും ഭാഗ്യമില്ലാത്തതുകൊണ്ട് ദൈവം തന്ന പട്ടിയാണെന്ന് ഓർത്ത് നമുക്കതിന് തീറ്റ കൊടുത്ത് വളർത്താം. അങ്ങനെ എനിക്ക് കൊട്ടിയത് നേഴ്സുമാരുടെ ധ്യാനം. ഒരു ടാക്സിക്കാരെ പോകുമ്പോൾ പട്ടിയെ പെൻസിലിൽ വീഴ്ത്തി. റൊട്ടി മണത്ത പട്ടി സ്വസ്ഥമായിട്ടിരുന്നു. കുറേ കഴിഞ്ഞ് പോത്തൻകോട് എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ സന്ധ്യ മയങ്ങിയ സമയം ഒരു കശാപ്പുകളുടെ വാതിക്കൽ വണ്ടി നിർത്തി ഡോറ് തുറന്നു. എല്ലുമുട്ടിയുടെ മണം പിടിച്ച പട്ടി ഇരുട്ടിലേക്കൊരു ചാട്ടം. ഡോറടച്ച് ശരീരത്തെ ഒഴിവാക്കി രക്ഷപ്പെട്ടു. 1.5 മാസം കഴിഞ്ഞു ഈ പോത്തൻകോട് ഒരു വലിയ ബൈബിൾക്കാരൻ മനുഷ്യൻ അതിന് സമാപന പ്രസംഗത്തിന് എന്നെയാണ് വിളിച്ചിരുന്നത്. ഞാൻ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ നാരങ്ങാനീര് പിന്നെ കുടിക്കുമ്പോൾ ലോകയുടെ അറ്റത്ത് ശക്തമായൊരു ഒരു തട്ട്. ഞാൻ കുനിഞ്ഞു നോക്കുമ്പോൾ 1.5 മാസം മുമ്പ് കൊടിയിറക്കിവിട്ട കക്ഷി ഉണ്ടച്ചോണ്ട് കൂറ് പ്രഖ്യാപിക്കാൻ വാലുവാട്ടി കാലിൽ നൽകി വരുന്നു. പുഴ കടത്തിയാൽ പൂച്ച നീന്തിയെത്തും, നാട് കടത്തിയാൽ പട്ടി ഓടിയെത്തും. ജീവജാലങ്ങളുടെ സ്നേഹം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് മരിക്കും, ഭർത്താവിന് വേണ്ടി ഭാര്യ മരിക്കും, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മരിക്കും, വിശ്വാസത്തിന് വേണ്ടി വിശ്വാസം മരിക്കും. എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുത്! ലോകത്ത് കാണുന്ന ഓരോ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമ്മൾ എത്തണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ എത്തിച്ചേരുക. ദൈവം സ്നേഹമാണ്. നമ്മളെ സ്നേഹിക്കുന്ന കരുണാനിധിയായ ഒരു ദൈവമുണ്ട്. തിരുവചനം ദൈവത്തെക്കുറിച്ച് അങ്ങനെയാണ് പറയുക, ദൈവം സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവത്തെ വിളിച്ച വാക്കെന്താ? അവന് സ്നേഹനിധിയും കരുണാവാരിധിയുമാണ്. അവൻ കരുണാനിധിയും സ്നേഹവാരിധിയുമാണ്. ദൈവത്തെ പിഴിഞ്ഞാൽ കരുണ മാത്രമേ. ബൈബിളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഒരു പേരിട്ടാൽ പേര് പോലെ സ്വഭാവം, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ ഷേപ്പ്. അർത്ഥമുള്ള പേരെ ബൈബിളിലുള്ളൂ. കായേൻ, അർത്ഥം ഞങ്ങൾ സമ്പാദിച്ചു. തോമസ്, ഇരട്ട. തദ്ദേവൂസ്, നെഞ്ചറപ്പുള്ളവൻ. ജേക്കബ്, കാലെ പിടിച്ച് വലിക്കുന്നവൻ. ജോസഫ്, വളർത്തുന്നവൻ.
പേരിന് അർത്ഥമുണ്ട്. നമ്മളാണ് അർത്ഥമില്ലാത്ത പേരിടും. ഒരു കരുണയില്ലാത്ത ആളെ നോക്കി കരുണാനിധി വേണമെങ്കിൽ നമുക്ക് വിളിക്കാൻ പറ്റും. ഒരു യുവതി ഒരു കണ്ണ് അടഞ്ഞ കണ്ണ്, മറ്റേ കണ്ണ് കോങ്കണ്ണ്, പക്ഷെ വിളിക്കുന്ന വാക്ക് വിശാലാക്ഷി എന്നാണ്. നമ്മളാണ് വീട്ടിൽ അപ്പൻ്റെ അമ്മയുടെ ആദ്യാക്ഷരം വെച്ച് മക്കൾക്ക് പേരിടുന്നത്. നമ്മളാണ് അർത്ഥമില്ലാത്ത പേരിടും. അപ്പൻ്റെ പേര് ഓരോ പേര്. അപ്പൻ്റെ പേര് തോമസ്, അമ്മയുടെ പേര് ലിസി, ഉണ്ടായിരുന്ന പെങ്കൊച്ച്, ഇട്ട പേരോ തൊലിമോൾ, അപ്പൻ്റെ അമ്മയുടെ ആദ്യാക്ഷരം വെച്ച്. അങ്ങനെ പേരിട്ട് പോയാൽ അപ്പൻ്റെ പേര് വേലായുധൻ, അമ്മയുടെ പേര് ശ്യാമള, ഉണ്ടായിരുന്ന പെങ്കൊച്ചാണെങ്കിൽ ഉഗ്രം പേരാണ്. നിങ്ങൾ തന്നെ ഇട്ടുകൊണ്ടാൽ മതി. പണ്ട് പേര് കേട്ടാൽ അറിയാം ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണോ മുസ്ലിമാണോ. ഭാസ്കരൻ ഹിന്ദു, ബഷീർ മുസ്ലിം, തോമസ് ക്രിസ്ത്യാനി, സുഹറ മുസ്ലിം, ജാനകി ഹിന്ദു, മേരികോടി ക്രിസ്ത്യാനി എന്നറിയാൻ പറ്റുമോ? 3 ആൺപിള്ളേർ. ഒന്നാമത്തവൻ അനീഷ്, രണ്ടാമത്തവൻ സുനീഷ്, മൂന്നാമത്തവൻ ഫിനീഷ്. കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം പെങ്കച്ചുണ്ടായി. ദൈവം തന്നെ നിധി മോൾ. 2-ാം വർഷം പിന്നെയും പെണ്ണ്, അയ്യോ വിധി മോൾ. 3-ാം വർഷം പിന്നെയും പെണ്ണ്, അയ്യോ മതി മോൾ. 4-ാം വർഷം ഓർക്കാപ്പുറത്ത് പെണ്ണ്, അയ്യോ ചതി മോൾ. നമ്മളിട്ടിട്ട് പോവുക. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അർത്ഥമുള്ള പേര് ദൈവത്തിന് കൊടുത്തു. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. നമുക്ക് ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ അല്പം പ്രയാസം. കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലും ഒരു വഞ്ചനയുണ്ട്, കബളിപ്പിക്കലുണ്ട്. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ പരിസരത്ത് കാണുന്ന എല്ലാ സ്നേഹത്തിലും ഒരു കബളിപ്പിക്കലുണ്ട്, ഒരു വഞ്ചനയുണ്ട്. അപ്പോൾ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പാടില്ല. ഭർത്താവും ഭാര്യയും കൂടി പള്ളിയുടെ സിമിത്തേരിയുടെ സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ആ ദിവസങ്ങളിൽ മരിച്ചുപോയ ഭർത്താവിൻ്റെ കല്ലറയിൽ കയറിയിരുന്നു പത്രം കൊണ്ട് വീശുന്നു. കെട്ടിയപ്പോൾ നോക്കടി, ശവക്കല്ലറയിൽ പോലും ഭർത്താവിന് ചൂട് തട്ടാതിരിക്കാനുള്ള ഒരു ഭാര്യയുടെ കരുതൽ കണ്ടില്ലേ? അവളൊന്നും ജീവിച്ചപ്പം അത്ര സ്നേഹമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എന്താണോ സ്നേഹം? നേരെ ചോദിക്കാം. അവൻ ചോദിച്ചു, എന്നാടി മേരിക്കുട്ടി ഇങ്ങനെ കല്ലറയിലിരുന്ന് പത്രം കൊണ്ട് വീശുന്നു? അവൾ പറഞ്ഞു, എൻ്റെ കെട്ടിയവൻ മരിക്കുന്നതിന് 1 മാസം മുമ്പ് പറഞ്ഞടി, ഞാൻ മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പം നീ ഭൂമിയിൽ വിധവയായിട്ട് അലയുന്നത് കണ്ടാൽ എൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടിയല്ല. അതുകൊണ്ട് എൻ്റെ കല്ലറയുടെ സിമിന് ഉണങ്ങിക്കഴിയുമ്പോൾ അയൽവക്കത്തെ ബാബുവിനെ നീ കെട്ടിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സിമിന് ഉണങ്ങി കിട്ടിയിട്ട് വേണം ബാബുവിനെ കെട്ടാൻ. അതിനായിട്ട് വീശിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കാണുന്ന എല്ലാ സ്നേഹത്തിലും ഉണ്ട് ഒരു ചെറിയ കബളിപ്പിക്കൽ. എല്ലായിടത്തും മാറ്റമില്ലാത്ത സ്നേഹം, മറയാത്ത സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ്. ഒരിക്കൽ ഒരു ധ്യാനത്തിൽ പറഞ്ഞു, ലോകത്തിൽ എവിടെ നോക്കിയാലും ദൈവസ്നേഹത്തിൻ്റെ മുദ്ര കാണാം. എവിടെ നോക്കിയാലും ദൈവസ്നേഹത്തിൻ്റെ മുദ്ര കാണാം. ഒരു മുദ്ര നിങ്ങൾ ആർക്ക് പറയാം? ഉടനെ 70-കാരൻ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മുദ്ര ഞാൻ കാണുന്നത് തെങ്ങയിലാണ്. അതെന്താ? ദൈവസ്നേഹത്തെ പറ്റി തെങ്ങ് ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ വലിച്ച് തലമണ്ടയെ കയറ്റുകയും അത് കള്ളായിട്ട് തരികയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഒരച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചതെല്ലാം പൂർണ്ണത. ഞണ്ടിന് ഞണ്ടിൻ്റെ പൂർണ്ണത, വണ്ടിൻ്റെ പൂർണ്ണത, പാറ്റയ്ക്ക് പാറ്റയുടെ പൂർണ്ണത, മൂട്ടയ്ക്ക് മൂട്ടയുടെ പൂർണ്ണത. പൂർണ്ണതയില്ലാത്ത എന്തെങ്കിലും ഒന്ന് കാണിക്കാവോ? ഉടനെ 65-കാരൻ കെട്ടിയവൻ 60-കാരി ഭാര്യയെ കൊണ്ടുവന്ന് മുമ്പോട്ട് നിർത്തി. കൂന് പിടിച്ച് റാ പോലെ വളർന്നിരിക്കുന്ന ഒരാൻറ്റി. എന്നാ പൂർണ്ണത അച്ഛ ഇതിനകത്തിരിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഇത്രയും പൂർണ്ണതയുള്ളൊരു കൂന് ആദ്യമായിട്ട് ഞാൻ കാണുവാണ്. എന്തോ ഒരു പൂർണ്ണത. ദൈവത്തിൻ്റെ കണ്ണോടെ നോക്കിയാൽ നോക്കുന്നിടത്തെല്ലാം ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ്. ഈ ദൈവം സ്നേഹമാണെന്ന് കാലാകാലങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചതാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ. ദൈവത്തിൻ്റെ ശക്തരായ പ്രവാചകന്മാർ ദൈവസ്നേഹത്തെ പഠിപ്പിച്ചത് അടയാളങ്ങളിലൂടെയാണ്. അവർ ചെയ്തത് എന്താ? ലോകത്ത് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സ്നേഹത്തെ എടുത്തു കാണിച്ചിട്ട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ അസ്തമിച്ചു പോവും. മായാത്ത മറയാത്ത ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ സ്നേഹം. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ദൈവസ്നേഹത്തെ പഠിപ്പിച്ച പ്രവാചകൻ്റെ പേരാണ് ഹോസിയ പ്രവാചകൻ. അദ്ദേഹം നോക്കിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹമാണ്. ഹോസിയ പറഞ്ഞു, സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹം ഭർത്താവും ഭാര്യയും തമ്മിലുള്ളതാണ്.
ആ സ്നേഹത്തിൽ ഭർത്താവ് ഭാര്യയെ മറന്നാലും ഭാര്യ ഭർത്താവിനെ മറന്നാലും ദൈവം നമ്മളെ മറക്കുകയില്ല. പഠിപ്പിച്ചത് ഓസിയ. ഭാര്യ ഭർത്താക്കന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവസ്നേഹത്തെ പഠിപ്പിച്ചു. ഏറ്റവും വലിയ സ്നേഹം ഭാര്യ ഭർത്തൃ സ്നേഹമാണ്. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം നമ്മളെ മറക്കുകയില്ല. പഠിപ്പിച്ചു ഓസിയ പ്രവാചകൻ. എഫേസുസുകാർക്കുള്ള ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്യും, സ്ത്രീ മാതാപിതാക്കളെ വിട്ട് ഭർത്താവിനോട് ചെയ്യും. ഏറ്റവും വലിയ സ്നേഹ ലോകത്തിൽ ഇതാണ്. ഇപ്പം നിങ്ങളോട് ചോദിക്കുക, ഏറ്റവും വലിയ സ്നേഹവേദ? നിങ്ങൾ പറയുകയോ എൻ്റെ അച്ഛ അത് ഞാനും എൻ്റെ കെട്ടിയവനും തമ്മിലുള്ളതാണ്. കെട്ടിയവൻ പറയും ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ളതാണ് ഏറ്റവും വലിയ സ്നേഹം. ഞങ്ങളുടെ വീട്ടിൽ 2 മക്കളാണ്. എനിക്കൊരു ജ്യേഷ്ഠനേ ഉള്ളൂ. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ജ്യേഷ്ഠൻ മാതാപിതാക്കളെ വിട്ടു. ചേട്ടൻ കല്യാണം കഴിച്ച നാളുകളിൽ ഞാൻ വീട്ടിൽ ചെല്ലുമ്പം രാത്രി 10:30 ആകുമ്പോൾ എൻ്റെ അമ്മ ഞാൻ കിടക്കുന്ന കട്ടിലേ വന്നിരിക്കും. അതിന് തൊട്ടടുത്ത് ഒരു കസേരയിട്ട് അതേ വന്നിരിക്കും. എൻ്റെ മോനെ ആൺപിള്ളേർ പെണ്ണ് കെട്ടിക്കഴിയുമ്പം മനസ്സ് മാറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഞാനും പറയണ്ട, എനിക്ക് തന്നെ അനുഭവം. മോൻ്റെ ചേട്ടൻ്റെ കാര്യം എടുത്താൽ മതി, എന്തൊരു മാറ്റം. കഴിഞ്ഞ തിങ്കളാഴ്ച അവൻ്റെ മുഴുത്ത അയല മേടിച്ചിട്ട് തലമുറി അവന് നടുമുറി അവക്ക്. എനിക്കൊരു മെലിഞ്ഞ വാല് ഇത്രയും മാറിപ്പോയല്ലോ. ഞാൻ പറഞ്ഞ അമ്മ ഞാൻ ഉറങ്ങി. മോൻ ഉറങ്ങി ഇപ്പം പൊക്കോളം, ബാക്കി നാളെ പറയാമെന്ന് പറഞ്ഞ് അമ്മ എഴുന്നേറ്റ് പോകും. പുരുഷൻ മാതാപിതാക്കളെ വിട്ടു. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ടാണ് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്. പട്ടാളക്കാരനാണെങ്കിൽ പോലും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ, താലി പിടിക്കുമ്പം വിറയ്ക്കും. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം ശ്രമിക്കാം. ഇന്ന് വരെ തുടങ്ങാൻ പോകുന്ന ഈ 3ാം ലോകമഹായുദ്ധം അവൻ്റെ ശക്തിക്കപ്പുറം. ഒരപ്പനും മോനും കൂടെ വീടിൻ്റെ വരാന്തയിൽ കൂടെ പോകുമ്പോൾ ഭിത്തിയിൽ അപ്പൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോയിൽ അപ്പൻ ചിരിക്കുന്നു. മോൻ ചോദിച്ചു, പപ്പ കല്യാണത്തിന് പപ്പാടെ ചിരി എന്നാന്നല്ല ചിരിയായിരുന്നു. പപ്പ പറഞ്ഞു, മോനെ നിൻ്റെ അപ്പൻ്റെ ഒടുക്കത്തെ ചിരിയായിരുന്നു, പിന്നെ വരെ ചിരിച്ചിട്ടില്ല. ഞാൻ കുറേ നാൾ മുമ്പ് എൻ്റെ സുഹൃത്തായ ഒരു കണക്കധ്യാപകൻ്റെ മകനെ കെട്ടിച്ചു. അവൻ ചൂരൽ വഴി കുലുക്കി പറപ്പിച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. അവൻ കെട്ടിയ പെണ്ണോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. ഞാൻ നോക്കുമ്പം ചൂരൽ വടിയുടെ നാരിൻ്റെ പകുതിയുടെ പതി കട്ടിയില്ലാത്ത ഒരു കൊച്ചു നൂലിൽ ഇവിടെ കരുത്തിയ താലി കെട്ടുമ്പം ഇവൻ്റെ കൈ ഇങ്ങനെ കാറ്റത്ത് കരികല പോലെ വിറയ്ക്കുക. കഷ്ടപ്പെട്ട് കെട്ടി ഒപ്പിച്ച് യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച ഇവനും ഭാര്യയും കൂടെ ഒരു കേക്കും കൊണ്ട് എന്നെ കാണാൻ പറഞ്ഞാനും അസീസി ജ്ഞാനമന്ത്രി വന്നു. ഞാൻ കേക്ക് ആശീർവദിച്ച് 2 ചെറിയ കഷ്ണം ഇവർക്കും കൊടുത്തു. തമ്മിൽ മുറിച്ച കഷ്ണം ഞാനും എടുത്തു. ബാക്കി അലമാരി വെച്ച് കൂടി. ഇറങ്ങി പോകുമ്പോൾ ഇവൻ്റെ തോളത്തിട്ട് ഞാൻ പറഞ്ഞു, പേടിത്തോണ്ട കണക്കധ്യാപക എന്നാ വിറയാടാ വരച്ചത്. സ്വന്തമായിട്ടൊരു പെണ്ണിനെ കിട്ടുമ്പം കുറേ ധൈര്യമല്ലേ വരേണ്ടത്. അവൻ ചോദിച്ചു, ആഹാ അച്ഛ അത് വിറയാണെന്നാണോ അച്ഛൻ ഓർത്ത്? ഞാൻ പറഞ്ഞു, കൈ കിടന്ന് തുള്ളുന്ന വിറയല്ലാതെ വേറെ വല്ലതും ആണോ? അവൻ പറഞ്ഞു, പൊന്നച്ച വിറച്ചതല്ല, ഇത് പിള്ളകളിയാണോ? കത്തോലിക്ക സഭയിലെ ഗൗരവമുള്ള ഒരു കൂദാശയുടെ സ്വീകരണമല്ലേ, വിറച്ചതല്ല അച്ഛാ. പിന്നെയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യ വിളിച്ച് സൂര്യയിലെ ഏറ്റവും വലിയ സ്നേഹം. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് ഓരോ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് പറഞ്ഞു, കൊള്ളാം, നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. ഒരു സൃഷ്ടികർമ്മം കഴിഞ്ഞ് ദൈവം പോലും പറഞ്ഞു, ഇത് നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണാണോ പെണ്ണ് കൂട്ടു വേണം, പെണ്ണാണോ ആണ് കൂട്ടു വേണം. ദൈവം നിശ്ചയം. ആണായി പിറന്നവർക്കെല്ലാം പെണ്ണിനെ വെച്ചിട്ടുണ്ട്, പെണ്ണായി പിറന്നവർക്കെല്ലാം ഒരു ആണിനെയും വെച്ചിട്ടുണ്ട്. അപ്പം ദൈവം പറഞ്ഞു പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. എന്തു ചെയ്തു? അവനെ ഗാഢനിദ്രയിൽ ആഴ്ത്തി. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമേ പറയും. അങ്ങനെയുള്ള ഒരു വാക്കാണ് ഗാഢനിദ്ര. ആർക്കാണിത് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലമേതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങൾ അനുഭവിച്ച മഹാഭാഗ്യം ഗാഢനിദ്ര. ദൈവം പറഞ്ഞു, പൊന്നുമോനെ ഉറങ്ങടാ, ഉറങ്ങും. മനസ്സമാധാനത്തോടെ നിന്റെ അവസാനത്തെ ഉറക്കം കിട്ടാൻ വരുന്നുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് അവൻ എല്ലെടുക്കാൻ തീരുമാനിച്ചു. ദൈവം ഓർത്തു ഇവൻ്റെ തലയിലെ എല്ലെടുക്കാം. ദൈവം ചെന്ന് തലയെ കൈവച്ചു. ഞെട്ടിക്കൊണ്ട് പറയോ, തലയിലെ എല്ലെടുത്ത് ഇവിടെ സൃഷ്ടിച്ചാൽ
ഇവൾ കാലാകാലം ഇവൻ്റെ തലയിൽ കയറിയിട്ട് നിരങ്ങും. ഒരു തലയിലല്ല വേണ്ട. ദൈവം വന്ന് കാലയെ പിടിച്ചു. ഇവിടുത്തെ എല്ലായിടത്താലും അയ്യോ കാലയെ നിലത്ത് സൃഷ്ടിച്ചാൽ ഇവൻ്റെ ചവിട്ട് കൊണ്ട് കിടക്കേണ്ടി വരും. കൈ മുകളിലോട്ട് ഓടിച്ചു. തലയിലെ രഹസ്യങ്ങൾ, അരമന രഹസ്യങ്ങൾ, അന്തി ഉറങ്ങുന്ന ഹൃദയം, ഹൃദയത്തെ പൊതിയുന്ന വാരിയിൽ അതിൽ ഒന്ന് ഒളിച്ചിട്ട് സ്ത്രീക്ക് ജന്മം കൊടുത്തു. അവനെ നമ്മൾ കൊണ്ടുവന്നു. അവളെ നോക്കി ചിരിച്ചു. നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് അവൾ വിളിക്കപ്പെട്ടു എന്നാണ് പറയുക. ചില ആണുങ്ങൾ കുടിയും അരിശമുള്ള ചില ആണുങ്ങൾ നാരിയുടെ രായുടെ അടിയിലത്തെ കുനിപ്പ് കാണുകയില്ല, ബാക്കിയേ കാണുന്നുള്ളൂ. ഇവിടെ നരനും നാരിയുമായി ദൈവം സൃഷ്ടിച്ചു. അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. ലോകത്ത് ഏതാനും ഐറ്റങ്ങൾ ആരംഭിച്ചത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. ചിരി, കരച്ചിൽ, ഏങ്ങലടി, ചീറ്റല്, പിടിച്ചില്, പരാതി, ഇതൊക്കെ ഉണ്ടായത് പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. വർത്തമാനം പറച്ചിലുണ്ടായത് തന്നെ പെണ്ണുങ്ങൾ ഉണ്ടായതിനു ശേഷമാണ്. അത് സ്ത്രീകൾ ആണുങ്ങളെക്കാൾ വർത്തമാനം പറയുന്നു അറിയാവുന്നത് തമിഴ്നാട്ടുകാർക്കാണ്. തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ സ്വന്തം ഭാര്യ വിളിക്കുന്ന പേര് തന്നെ സംസാരം എന്നാണ്. രണ്ടും കൂടെ ഒത്തുപോകുന്ന വകുപ്പാണ്. സായിപ്പന്മാർ പറയും പർദീസായിലെ ആദ്യത്തെ സംസാര ഭാഷ ഇംഗ്ലീഷാണ്. ഞെട്ടി എന്നിട്ട് ആദ്യം നോക്കുമ്പം ഒരു സുന്ദരി പെണ്ണ് മുമ്പിൽ അവൻ ഇംഗ്ലീഷിൽ പരിചയപ്പെടുത്തി. എങ്ങനെ? മാഡം, ഐ ആം ആഡം. അങ്ങനെയാണ് വർത്തമാനം പറച്ചത്. മലയാള ഭാഷാപ്രേമികൾ പറയും പർദീസയിലെ ഭാഷ മലയാളമാണ്. ഞെട്ടി എന്നിട്ട് ആദ്യം നോക്കുമ്പം പനങ്കല പോലത്തെ മുടി പാദം മുട്ടി കിടക്കുന്ന ഒരു മാതകത്തിടുമ്പോൾ മന്ദം നടന്നു നീങ്ങും. നീ പോകരുത്, ഇങ്ങോട്ട് വാ എന്ന അർത്ഥത്തിൽ ഹേ വാ. അങ്ങനെ ഹൗ വാ എന്ന വാക്കുണ്ടായി. സംസാരം ആരംഭിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ ചെറിയ വെടിക്കെട്ടിൽ വികാരിച്ച അനൗൺസ്മെൻറ്റ് കതിന അമുത്ത് ഗുണ്ട വാണം ഇതൊക്കെ പൊട്ടുന്ന കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാർ അതും സ്വരം താഴ്ത്തി സംസാരിക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇഷ്ടംപോലെ വർത്തമാനം. ഒരു കെട്ടിയവൻ ഭാര്യയുടെ നേടി. ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി വെറും 7000 വാക്ക് പറയുമ്പോൾ നിങ്ങൾ പെണ്ണുങ്ങൾ 14,000-ഉം അതിൽ കൂടുതലും വാക്കാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു ഞങ്ങളുടെ കുഴപ്പമില്ല, തന്നെ പോലുള്ള പൊട്ടന്മാരെ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7,000 14,000-ആയി. അവൻ ചോദിച്ചു എന്നാടി നീ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാൽ പിടി കിട്ടുന്നുള്ളൂ. ഇപ്പം സംസാരം ആരംഭിച്ചു. ഒപ്പം ചിരി. ഈ ലോകത്ത് ഏറ്റവും നല്ല ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല, ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ. പെണ്ണുങ്ങൾക്ക് സുന്ദരമായിട്ട് ചിരിക്കാനുള്ള കഴിവ് ദൈവം സ്ത്രീകൾക്കാണ് കൊടുത്തിരിക്കുന്നത്. എത്ര മനപ്രയാസമുള്ള ഭർത്താവും പുറത്തു പോയി തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യ വരാന്തയിൽ നിന്ന് ചിരിച്ചോ അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ ഉരുകിപ്പോവും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറേ കൊളസ്ട്രോൾ പ്രഷർ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒഴിവാകും. പെണ്ണുങ്ങൾ ചിരിച്ചോ വീട്ടിൽ സമാധാനമുണ്ട്. രാഷ്ട്രീയക്കാർ പറയാറുണ്ട് ഒരിക്കലും ചിരിക്കാത്ത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ജീവിതത്തിൽ ആദ്യം ചിരിച്ചത് ഐശ്വര്യയെ കണ്ടപ്പോഴാണ്. അന്ന് ചിരിച്ചിട്ടില്ലെന്ന്. ഇപ്പം പെണ്ണുങ്ങൾ ചിരിച്ചോ ആണുങ്ങളെ നേടാം. ചൊടികാരി ഓർത്തോണം, ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്, അതല്ല മര്യാദയ്ക്ക് ചിരിച്ചാൽ ആണുങ്ങളെ നേടാം. 2 കരഞ്ഞോ. കാമുകി കരഞ്ഞാൽ കാമുകൻ ഒരുങ്ങും. മോള് കരഞ്ഞാൽ അപ്പൻ അയയും. ഭാര്യ കരഞ്ഞാൽ ഭർത്താവ് വീഴും. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങള ഉരുവും. കാരണം ആണുങ്ങൾക്ക് ഒരു കുഴപ്പമാണ്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷെ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ പോലും ഇളക്കാൻ പറ്റുകയില്ല. കാരണം എല്ലേന്നുണ്ടായതാണ് നല്ല കട്ടി എന്നാണ് വെപ്പ്. ഇപ്പോൾ സൂര്യന് കീഴിലെ ഏറ്റവും വലിയ സ്നേഹബന്ധം ഭാര്യാഭർത്തൃ സ്നേഹബന്ധം. ആ സ്നേഹബന്ധത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. പഠിപ്പിച്ചു ഓസിയ പ്രവാചകൻ. അനേക നാളുകളിൽ ഓസിയ പ്രസംഗിച്ച് നടന്നു. അങ്ങനെ പ്രസംഗിച്ച ഓസിയായിക്ക് അവസാനം കല്യാണം കഴിക്കണമെന്ന് ഒരു തോന്നൽ. പിൻപോയിൻ്റില്ല, മനോരമ ബേദലഹേം ചാവറ.com ഇല്ല. അന്നാകെയുള്ളത് ദൈവത്തോട് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് മടുത്തു, കെട്ടിയാൽ കൊള്ളാം. തമ്പുരാൻ പറഞ്ഞു മോനെ അങ്ങനെ തോന്നിയാൽ അധികം നീട്ടി വെക്കരുത്, എത്രയും പെട്ടെന്ന് കെട്ടിക്കോണം. ഓസിയ ചോദിച്ചു ആരെ കെട്ടും? ഒരു പെണ്ണുണ്ട് ഗോമർ, അവളെ കെട്ടുക. ഗോമർ പരസ്യ വേശ്യ ദേവദാസി.
ദൈവനിശ്ചയപ്രകാരം ഒരു സ്വഭാവ ഗുണമില്ലാത്ത ഗോമറിനെ ഓസിയ കെട്ടി. 3 മക്കൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവൾ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് പോയി. അങ്ങനെ പോയപ്പോൾ ഓസിയായി നൊന്തു. അപ്പോൾ ഓസിയ പ്രവാചകൻ ദൈവത്തോട് പറയുക, എൻ്റെ ദൈവമേ, എൻ്റെ ഭാര്യ എന്നെ മറന്ന് അന്യ ആണുങ്ങളെ പിന്നാലെ ഓടുമ്പോൾ എനിക്ക് വേദനിക്കുന്നു. എങ്കിലും എനിക്കവളെ മറക്കാൻ പറ്റുകയില്ല, ഞാനവളെ സ്നേഹിച്ചു പോയില്ലേ. അപ്പോൾ ദൈവം പറയുക, അല്ലയോ പ്രവാചക, നിന്റെ ഭാര്യ നിന്നോട് അവിശ്വസ്തത കാണിച്ച് അന്യ പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും നിനക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, കാരണം നീ അവളെ സ്നേഹിച്ചു പോയി. അങ്ങനെയെങ്കിൽ എൻ്റെ ജനം എന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ വിജാതി വിഗ്രഹങ്ങളെ തൊഴുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ അവരെ സ്നേഹിച്ചു പോയില്ലേ? പഠിപ്പിച്ച പാഠം സൂര്യനികയിലെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല, പഠിപ്പിച്ചു ഓസിയ. 2 യേശയ്യ നോക്കിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലാണ്. അമ്മയും കുഞ്ഞും തമ്മിലാണ്. യേശയ്യ 49:16. മുല പിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമുക്കറിയാലോ, ഏറ്റവും വീട്ടിൽ പ്രധാനപ്പെട്ടത് അമ്മയാണ്. അപ്പം മരിച്ചാലും പിടിച്ചു നിൽക്കും, അമ്മ പോയോ മക്കൾ തളർന്നു പോകും. അമ്മയെ നമുക്ക് ഏറ്റവും നമ്മളെ സ്നേഹിക്കുന്നത് അമ്മയാണെന്നൊരു തോന്നൽ. കാരണം നമ്മളെ നൊന്ത് പ്രസവിച്ചത് അമ്മ, ഉറക്കളച്ചത് അമ്മ, കുളിപ്പിച്ചത് അമ്മ, ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് തന്നത് അമ്മ, ചോറ് പൊതി കെട്ടി തന്നത് അമ്മ, ക്രിസ്മസിന് പാതിരാക്കി പള്ളിയിൽ കൊണ്ടുപോയത് അമ്മ, കുർബാനയ്ക്ക് കുഞ്ഞുനാൾ ഒരുക്കി വിട്ടത് അമ്മ. അമ്മയെ മറക്കാൻ പറ്റിയ വൈദ്യവേദന പുളയുന്ന വേറെ പൊത്തിപ്പിടിച്ച് എൻ്റെ അപ്പ എന്നല്ല എൻ്റെ അമ്മയെന്നേ വിളിക്കുള്ളൂ. കാരണം വേദനയിൽ ഓർക്കുന്നത് അമ്മ. ഒരു കൊച്ച് എപ്പോഴും അമ്മയോട് പറയാം, അമ്മയെ ചോറ്, അമ്മയെ ചാറ്, അമ്മയെ ഉപ്പ്, അമ്മയെ ചെരുപ്പ്, അമ്മയെ ഷർട്ട്, അമ്മയെ തേപ്പ് വെട്ടി, അമ്മേ അമ്മേ അമ്മേ. അപ്പനോട് ഒറ്റ ചോദ്യമുള്ളൂ, അപ്പ അമ്മ എന്തിന്? ഇത്രയോട് ചോദിക്കാനായിട്ട്. അമ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ. അതുകൊണ്ട് ഒരുപാട് സഹിച്ചത് അമ്മയാണ്. അതുകൊണ്ട് അമ്മയെ മറക്കാനൊരിക്കലും മക്കൾക്ക് പറ്റിയല്ല, സഹിച്ചയാളെ. ഇവിടെയാണ് പറയുക, അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. സാധാരണ ഒരിക്കലും അമ്മ മക്കളെ മറക്കുകയില്ല. ഇന്ന് ചില അമ്മമാർ ചോര കുഞ്ഞുങ്ങളെ ചെറിയ വിലയ്ക്ക് മറിച്ചു വയ്ക്കുന്നു. ഉദരത്തിലെ കുഞ്ഞുവിനെ ഭ്രൂണഹത്യയിലൂടെ കലക്കി കളയുന്നു. മറക്കുന്ന കാലം. ഈയിടെ കണ്ണൂരിൽ ഒരു സ്ത്രീ ബസ്സേവെന്നിറങ്ങി 1 വയസ്സ് പ്രായമായ കുഞ്ഞിനെയും കൊണ്ട്. കുഞ്ഞിരുന്ന് ഉറങ്ങുക. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മൊബൈൽ ഫോൺ അടിച്ചു. മൊബൈൽ ഫോണിലൂടെ വർത്താനം പറഞ്ഞ അമ്മ പുറത്തേക്ക് പോയി. കുഞ്ഞിനെ സീറ്റേ വെച്ച് മറന്നിട്ട്. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ണൂർ മെയിൻ പോലീസ് സ്റ്റേഷനിൽ കുഞ്ഞിനെ കണ്ടുപിടിക്കുന്ന അമ്മ. അമ്മ മറക്കാം. യേശയ്യ പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പ്രസവിച്ച ഓരോ അമ്മയും കുഞ്ഞുങ്ങളെ മുലപ്പാൽ കുടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് യേശയ്യ പ്രവാചകൻ ബാലരാമപുരം, നേമം, ഇങ്ങനെ വെടിവെച്ചാങ്കോയിൽ, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം, ഈ പൂവാറ്, പൂന്തറ, വിഴിഞ്ഞം ഈ ഭാഗത്തൊക്കെ വന്നാൽ ഈ വാക്ക് പറയാൻ പറ്റിയല്ല. കാരണം ഇന്ന് അമേരിക്ക, ഗൾഫ്, യൂറോപ്യൻ സംസ്കാരം വന്നപ്പം പിള്ളേരെ മുല കുടിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം കുറഞ്ഞു പോയി. അവരുടെ ഓർമ്മ മുലപ്പാൽ കുടിപ്പിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അമ്മയുടെ ശരീരത്തിന് ഷേപ്പ് പോകും. അതുകൊണ്ട് 2 മാസം പ്രായമായ കുഞ്ഞിൻ്റെ 4 ഇഞ്ച് വണ്ണമുള്ള വായിൽ 5 ഇഞ്ച് വണ്ണമുള്ള തമരി കമ്പി നിപ്പിള് കുപ്പി കുത്തിക്കയറ്റും, തൊണ്ടയെ വരെ മുട്ടിച്ചിട്ട്. എന്നിട്ട് പറയും, ഞൊട്ടി ഞുണയട കുഞ്ഞിരാമ, ആഞ്ഞു വലിക്കടാ കൊച്ചുരാമ. അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നാൽ അമ്മയുടെ ശരീരത്തിന് ഷേപ്പ് പോകും. കുഞ്ഞ് കട്ടിലേക്ക് കിടന്ന് 2 കൈയും കാലും അടിച്ചോട് പറയുക, വളർന്ന് വരട്ടടി, 20 വയസ്സാകട്ടെ, എന്ന് ഷേപ്പ് ചെയ്യാൻ മൊത്തം മാറ്റിക്കോളും. ചില പിള്ളേരും മറ്റും വളർന്നു വരുമ്പോൾ അമ്മേനെ വിളിക്കുകയില്ല, മേ, കാരണം ആട്ടുംപാല കുടിച്ചോളൂ, അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് പറയുക, മുല പിടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഓസിയ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം നമ്മളെ മറക്കില്ല. യേശയ്യ പറയുന്നു, അമ്മ കുഞ്ഞിനെ മറന്നാലും ദൈവം നമ്മളെ മറക്കില്ല. 3 എസക്കിയേൽ പ്രസംഗിച്ചത് ആട്ടിടയന്മാരോടാണ്. എസക്കിയേൽ 32 മുതൽ 38 വരെ അധ്യായങ്ങളിൽ പറയുന്നു, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. ചെന്നാൽ ആടിനുമേൽ ചാടി വീഴുമ്പോൾ ചെന്നായെ നേരിട്ടിട്ട് ആടിനെ രക്ഷിക്കുന്ന ഇടയന്മാരുടെ സമൂഹം.
ആ സമൂഹത്തിലാണ് പറയുക, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. 4 ജെറമിയ മൺപാത്രങ്ങൾ മെനയുന്ന കുശവനാണ്. മൺപാത്രങ്ങൾ മെനയുന്ന കുശവൻ. ആ ഭാഷയിലാണ് ജെറമിയ പറയുക 18-ാം അധ്യായത്തിൽ, കുശവൻ കുടത്തെ മറന്നാലും ദൈവം ജനത്തെ മറക്കുകയില്ല. കുശവൻ കുടത്തെ മറന്നാലും ദൈവം ജനത്തെ മറക്കില്ല. ദമ്പതിമാരുടെ ഭാഷയിൽ ഓസിയ, പെട്ടതലയുടെ ഭാഷയിൽ ഏശയ്യ, ഇടയൻ്റെ ഭാഷയിൽ എസക്കിയേൽ, കുശവൻ്റെ ഭാഷയിൽ ജെറമിയ. ഇവരെല്ലാവരും പറഞ്ഞത് ദൈവത്തിൻ്റെ ഭക്തനായ സങ്കീർത്തകൻ 103-ാം സങ്കീർത്തനം 6 മുതൽ 8 വരെ വാക്യങ്ങൾ. സങ്കീർത്തനം 103 6 മുതൽ 8 വരെ വാക്യങ്ങൾ പറഞ്ഞു, കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ദൈവത്തെക്കുറിച്ച് പറയാൻ മറ്റൊരു വാക്കില്ല. അവൻ സ്നേഹനിധി, കരുണാവാരിധി. ഈ സ്നേഹം നിങ്ങളും ഞാനും അനുഭവിക്കുന്നു. അതുകൊണ്ടാണല്ലോ വെയിലും ആവിയും ചൂടുമുള്ള ഈ സമയത്ത് ഈ പന്തലിന് കീഴേ വന്ന് ഇങ്ങനെ ഇരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ട്. ചിലവരും ആരൊക്കെയോ വിളിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇല്ല, യേശു പറയുന്നു, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാത്ത ആർക്കും എൻ്റെ അടുക്ക് വരുന്നത് സാധ്യമല്ല. ദൈവം ആകർഷണം തന്നു. ചീത്ത വിളിക്കുന്ന ഭർത്താവ് ഭാര്യ ആ കുടുംബത്തിൽ മെഴുകുതിരി പോലെ ഉരുകുന്നു. പരാതിപ്പെടുന്ന ഭാര്യ ഭർത്താവ് ആ കുടുംബത്തിൽ ഗോതമ്പുമണി പോലെ പൊടിയുന്നു. ലോകത്തിൽ നമ്മൾ സഹിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഞങ്ങളുടെ സമപ്രായക്കാരെല്ലാം സുന്ദരമായ പാൻസും കോട്ടും ധരിച്ച് ടിപ്പ് ടോപ്പായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾ കുറേ അച്ഛന്മാർ ഏതോ അറബി നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുപോലെ അന്യഗ്രഹത്തിൽ നിന്ന് പൊട്ടി വീണ പോലെ ഒരു പ്രത്യേക വേഷവും ധരിച്ച് നടക്കുന്നു. ഒരു മോൻ അമ്മയെ മസ്കറ്റിൽ കൊണ്ടുവരുന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് അരമണിക്കൂർ ഡ്രൈവ്. കാറിൻ്റെ അകത്തിരിക്കുന്ന അമ്മ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് സ്തുതിയോട് സ്തുതി. കാരണം നോക്കുന്നിടത്തെല്ലാം അറബി അച്ഛന്മാർ നിരന്ന് നിൽക്കുന്നു. ജൂൺ ജൂലൈ ഓഗസ്റ്റിലെ മഴക്കാലത്തും അമേരിക്കയിലെ യൂറോപ്പിലെ തണുപ്പത്തും ഈ ലോക നല്ല രസമാണ്. പക്ഷേ കേരളത്തിൽ ജനുവരി മുതൽ മെയ് മാസം വരെ ചൂടത്ത് 12 മണി സമയത്ത് ഈ കുപ്പായം ധരിക്കുക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദോശക്കല്ലിൽ കയറിയിരിക്കുന്ന അനുഭവമാണ്. ചൂട് സഹിക്കാം. ചില മനുഷ്യരെ പെരുമാറ്റം ഒട്ടും സഹിക്കാൻ വരാത്തത്. കൊല്ലത്ത് ഒരു പ്രസംഗത്തിന് ഞാനിങ്ങനെ പോകുമ്പം ഇതുകൂട്ട് അച്ഛന്മാരെ കണ്ടിട്ടില്ലാത്തൊരു പെൺകുട്ടി ദൂരങ്ങൾ അവിടെ അമ്മയെ വിളിക്കുക. അമ്മയമ്മയും ഓടി വന്നേ ഒരു സൂത്രം നടന്നു പോകുന്ന കാണിച്ചിട്ട് അമ്മ ഇങ്ങനെ വരാൻ പറഞ്ഞു. ഞാനൊരു 100 അടി ദൂരം നടന്നു കഴിഞ്ഞു. അവൾ അകലങ്ങളിൽ അവിടെ അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ട് ഒരു ചെറുക്കൻ നൈറ്റി ഇട്ടുകൊണ്ട് പോകുന്നത് അമ്മച്ചി കണ്ടോ. എൻ്റെ കൂട്ടുകാരനച്ഛൻ KSRTC ബസ്സിൻ്റെ സൈഡിലിരുന്ന് ഭരണാധികാരത്തേക്ക് പോരുക. കാറ്റത്ത് അച്ഛൻ തൊപ്പി ഇങ്ങനെ വിടുന്നു. 4 വയസ്സോളം പ്രായമുള്ള ഒരു ആൺകുട്ടി ഓറഞ്ച് പൊളിച്ച് നിന്നിട്ട് അതിൻ്റെ തൊലി ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന പോലെ അച്ഛൻ്റെ തൊപ്പി ഡിപ്പോസ് ചെയ്ത അനുഭവമുണ്ട്. ഒരവധിക്ക് ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് കോട്ടയത്തേക്ക് പോരുക. ഉച്ച കഴിഞ്ഞ് 2:30. എല്ലാവരും നല്ല ഉറക്കം. ഒരു സ്ത്രീ 4 വയസ്സ് പ്രായമുള്ള മോനെ കൊണ്ട് കയറി. കുറച്ച് കഴിഞ്ഞ് ഈ സ്ത്രീയും നല്ല ഉറക്കം. കുറെ കഴിഞ്ഞ് നോക്കുമ്പം ഞാനും ഡ്രൈവറും കണ്ടക്ടറും ഈ 4 വയസ്സുള്ള മോനും മാത്രമുണ്ട് ഉറങ്ങാതെ. ഇവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. ഞാനിവനെ നോക്കി ചിരിച്ചു. വേറെ ആരും ഇല്ലാഞ്ഞതുകൊണ്ട് അവൻ്റെ ചിരി ഇഷ്ടപ്പെട്ടു. അവൻ സാവധാനം തട്ടിമുട്ടി ഒട്ടി ഒരുമി എൻ്റെ അടുക്ക വന്നു. അടിമുടി അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ശരീരഭാഗം ഈ കയറായിരുന്നു. അവൻ സാവധാനം 2 കൈ കൊണ്ട് വള്ളി കയ്യിലോട്ടെടുത്തു. മുതിർന്ന ആൾക്കാരെ ഷേവ് ചെയ്യാൻ വേണ്ടി ബ്രഷിൽ ക്രീം പുരട്ടിയിട്ട് താടിയിലും മീശയിലും ഒരുമ പോലെ അവൻ വള്ളിയുടെ തൊങ്ങലെടുത്തു. മൂക്കയിലും ചെവിയിലും ചൊടിയയിലും താടിയിലും കണ്ണയിലും കവിളയിലും ഒരുമോടൊരുമ. എനിക്ക് ഇറങ്ങേണ്ട സമയമായി. ഇവൻ വള്ളിയെന്ന് വിടുകയല്ല, അള്ളി പിടിച്ചിരിക്കുക. ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഞാൻ വള്ളിയെ പിടിച്ച് വലിച്ചു. അവൻ പിടിപെട്ടു. ഞാൻ ഇവനെ പിടിച്ച് പയ്യെ തള്ളി. അവൻ സാവധാനം അവൻ്റെ അമ്മയ്ക്കിട്ട് മുട്ടി നിന്നു. അവൻ കരയാൻ തുടങ്ങി. കള്ള ഞെട്ടി എഴുന്നേറ്റു. യാത്രക്കാരൊക്കെ എഴുന്നേറ്റു. നിർത്തിയ ബസ്സിൽ നിന്നും സൂട്ട്കേസും തൂക്കി പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവൻ എന്നെ ചൂണ്ടി അവൻ്റെ അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ട് പശുമാമ ഇറങ്ങിപ്പോയിരുന്നു. അവൻ്റെ കമൻറ്റ് ഏതോ ഒരു കമൻറ്റുകൾ അതിൽ നമുക്ക് ചിരിക്കാൻ പറ്റണോ? ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുക. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ നമ്മൾ കളയാം.